ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോളിസ്റ്റർ തുണിയിൽ എങ്ങനെ ഒരു റൗണ്ടിനൊക്കെ അടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് ഇടണം. പോളിസ്റ്റർ ലൈനിങ് ആണ്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കോട്ടൺ ലൈനിങ് ഇരിക്കത്തില്ല. സെൻറ്റർ നോക്കിയിട്ട് ലൈനിങ് പീസ് അതിൽ വെച്ചിട്ട് രണ്ടൊന്ന് മുട്ടുപിന്ന് എടുക്കുക. മുട്ടുപിന്ന് അതിൻ്റെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മുട്ടുപിന്ന് ഷോൾഡറിലും സെൻറ്ററിലും എല്ലാം പിൻ ചെയ്ത് വെക്കണം. അത് 2 3 എന്നുള്ളത് 3 4 ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 3 പിന്നാണ് ചെയ്യുന്നത്. അതിനുശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിന് നമ്മൾ കഴുത്ത് ആ റൗണ്ടിന് അടിച്ചെടുക്കണം. ലൈനിങ് പീസിൻ്റെ റൗണ്ട് കഴുത്ത് വെട്ടി വെച്ചേക്കുന്നത് അതേ കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കുക. കൈയൊക്കെ കണ്ട കൈ അതേപോലെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പീസ് പോകാതിരിക്കും. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലെ പീസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ വളവ് വരുന്ന കർവ് വരുന്ന ഭാഗത്ത് 2 3 കട്ട് മാർക്ക് ഇടുക. കട്ട് മാർക്ക് ഇട്ട് ലൈനിങ് പീസ് തിരിച്ചിടണം. ലൈനിങ് പീസിൻ്റെ ഓരത്തൂടെ കിനാരി അടിക്കണം. പതിച്ചടിക്കുക എന്ന് പറയും. അതായത് നമ്മുടെ ഇപ്പോൾ തയ്ച്ച തയ്യൽ തുമ്പ് ലൈനിങ് പീസിലോട്ടാണ് ഇരിക്കേണ്ടത്. ലൈനിങ് പീസിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ അരികിനൂടെ അടിക്കണം. കിനാരി അടിച്ച് അങ്ങനെ അടിച്ച് തിരിച്ചിടുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പൈപ്പിങ് പോലെ വരില്ല. കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. അതിനുശേഷം തിരിച്ച് ലൈനിങ് പീസ് അകത്തോട്ട് ഇട്ടിട്ട് കഴുത്തിൻ്റെ ആ ബോഡി പീസിൻ്റെ മുകളിലൂടെ കഴുത്തിൻ്റെ അരികിനൂടെ ആയിരിക്കണം അടിക്കുന്നത്. കിനാരി കഴുത്തിന് അരികിനൂടെ റൗണ്ട് അടിച്ച് പൂർത്തിയാക്കുക. കറക്റ്റായിട്ട് വലിഞ്ഞു പോകാതെ സാവകാശം അടിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മുടെ കഴുത്ത് റൗണ്ട് കഴുത്തടിച്ചേക്കുന്നത്